ഏട്ടാ, ഈ അസുഖം എന്ന് പറയുമ്പോൾ നമ്മളെ ശരീരത്തിന്റെ ഒരു തരത്തില് നമുക്ക് അസുഖം തോന്നിക്കുന്ന കാര്യങ്ങള് ഇപ്പോ ഒരു പനി വരിക എന്നുള്ളതൊക്കെ. അതുപോലെ മനസ്സിന്റെ തലത്തിൽ വരുമ്പോൾ പലപ്പോഴും നമുക്ക് അസുഖമായി തോന്നുന്ന ദേഷ്യം, സങ്കടം, അതുപോലെ ഡിപ്രഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണ് മനസ്സിന്റെ തലത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ശുചീകരണ പ്രക്രിയ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ? ഒന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ മറ്റേ ശരീരവും മനസ്സും പിന്നെ ജീവനെ നമ്മളിപ്പോ ആത്മം ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ടല്ലോ. ആത്മാവ് വേറെയാണ്, ശരീരം വേറെ, ആത്മാവ് വേറെ എന്നൊക്കെ പറയേണ്ട അവസ്ഥയില്ലേ? അങ്ങനെ ഒരു അവസ്ഥ അല്ല എന്നുള്ളത് നിങ്ങൾ ഉപവസിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതെല്ലാം ഒരൊറ്റ സാധന. ശരീരത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടുന്ന ആ പ്രവർത്തനത്തിന്റെ ആൽഗരിതമാണ്, പ്രവർത്തിക്കാൻ വേണ്ടുന്ന ആ ആൽഗരിതത്തെയാണ് ജീവൻ എന്ന് പറയുക. ആ പ്രവർത്തനം എങ്ങനെ വേണമെന്നുള്ള പ്ലാനിങ് പ്രോഗ്രാമിനെയാണ് മനസ്സെന്ന് പറയുക. അപ്പോൾ മനസ്സിനൊരു അസ്വാസ്ഥ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ മറ്റേ സൂക്ഷ്മ തലത്തിലുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിൽ കയോസ് ഉണ്ടാവുന്നു എന്നാണ് അർത്ഥം. അത് ഓർഗനൈസ്ഡ് ആവുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുന്നില്ല. നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ജീവനെ ഏത് വഴി പോകണം എന്നുള്ളതിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാകുന്നില്ല. ആ ക്ലാരിറ്റി ഉണ്ടാകാതെ വരുന്ന സമയത്ത് ക്ലാരിറ്റി ഉള്ള ഭാഗം ഏതാണെന്ന് അന്വേഷിച്ച് ശരീരം പലതരം മെമ്മറികളെ എടുത്ത് ഉപയോഗിക്കും. അപ്പോൾ പലതരം സ്മൃതികൾ നമുക്കുണ്ട്. ഒന്ന് ജന്മസ്മൃതിയാണ്, ജനിക്കുമ്പോൾ കിട്ടുന്ന ശരീരത്തിന് സ്മൃതി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ അല്ലെ? സ്മൃതി എന്ന് വെച്ചാൽ ഓർമ്മ. നമ്മൾ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ ഉണ്ടായ അനുഭവത്തിന്റെ പാടാണ്, മുറിപ്പാടാണ്, അല്ലെങ്കിൽ അതിന്റെ ആ മാർക്കാണ് ഈ പറയുന്ന സ്മൃതി എന്ന് പറയുന്നത്. അപ്പൊ പൂർവകാലത്ത് ഉണ്ടായ സംഭവത്തിന്റെ പാടാണ്. കടൽ തീരത്ത് കാല് വെക്കുമ്പോൾ അവിടെ ഒരു പാടുണ്ടാവില്ലേ? അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പാടിനെയാണ് സ്മൃതി എന്ന് പറയുക. കഴിഞ്ഞ കാലത്ത് ഉണ്ടായതിനെ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ഗതസ്മൃതി എന്ന് പറയുക. ഗതസ്മൃതി അതിനെയാണ് സാധാരണ ഓർമ്മ എന്ന് പറയുക, ഗതസ്മൃതി. ജന്മസ്മൃതിയുണ്ട്. അതായത് ഇപ്പോ നമ്മുടെ മൂക്ക് വായു കയറാൻ പാകത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം മൂക്കുണ്ടായപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ ഉപയോഗിച്ച് ഏറ്റവും നല്ല രീതിയിൽ ഒപ്റ്റിമൽ ലെവലിൽ ക്രമീകരിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു മൂക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഇത് ജൈവ സംവിധാനത്തിന്റെ ജന്മസ്മൃതിയാണ്. ആ ജന്മസ്മൃതിയിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കിട്ടിയിട്ടുള്ളത്. അപ്പൊ ജന്മസ്മൃതിയുണ്ട്, ഗതസ്മൃതിയുണ്ട്. വർത്തമാനത്തിൽ നമ്മൾ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. അതുപോലെ തന്നെ ഈ ഗതസ്മൃതി പോലെ നമ്മുടെ ജീവന് ഈ വഴിക്കാണ് പോകേണ്ടത്. അപ്പൊ എനിക്ക് ഭക്ഷണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നാണ് കിട്ടിയത്, അപ്പൊ നാളെ ഞാൻ ആ വഴിക്ക് പോകുമ്പോഴാണ് ഭക്ഷണം കിട്ടുക എന്ന എന്റെ പ്രത്യാശ എന്റെ പൂർവ്വസ്മൃതിയുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ജന്മസ്മൃതിയുമായി കണക്റ്റഡ് ആണ്. അപ്പോ വെള്ളം ഇവിടെയാണ് ഉള്ളത് എന്നുള്ള ഒരു ചെടിയുടെ വേരിന് എങ്ങനെയാണ് മനസ്സിലാവുക? ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ ആ സെൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് അവിടെ ക്രിസ്റ്റോണുകളുടെ പ്രവാഹം കൊണ്ടാണെന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. പക്ഷെ ഇവ ഒരു ബോഡിയുടെ രണ്ട് പാർട്ടായത് കൊണ്ടാണ് അവയ്ക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു ലാർജ് സ്കെയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ വഴി പോയപ്പോൾ ഭക്ഷണം കിട്ടി എന്നതുപോലെ ഇത്തവണ ഭക്ഷണം കിട്ടാൻ ഞാൻ ഈ വഴിയാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരും. അതിനെയാണ് ആഗത സ്മൃതി. ഇനി വരാൻ പോകുന്നു. കഴിഞ്ഞ സ്മൃതി പോലെ വീണ്ടും ഉള്ളതാണ് ആഗത സ്മൃതി എന്ന് പറയുന്നത്. അപ്പോ ആഗത സ്മൃതി എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ, അവിടെയാണ് വെള്ളമുള്ളത് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ വെള്ളം കുടിക്കാനാകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോകാൻ തോന്നും. ഇതിനു മുമ്പ് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, വെള്ളം കുടിക്കാൻ ഈ വഴി പോയപ്പോൾ വെള്ളം കിട്ടി എന്നുള്ളത്. അപ്പൊ അതൊരു ഉറപ്പാണ്. ഇപ്പൊ നമുക്ക് ഉറപ്പില്ല, അതവിടെ ഉണ്ടെന്നുള്ള ഉറപ്പില്ല. പക്ഷെ നമ്മൾ ഈ അനുഭവത്തെ വിശ്വസിക്കുന്നു. അനുഭവത്തെ വിശ്വസിച്ചിട്ട് ഇനി വരാൻ പോകുന്ന സമയത്ത് അവിടെ പോകുമ്പോൾ വെള്ളം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായി പോകുന്നു. അപ്പൊ നമ്മൾ വീണ്ടും വെള്ളം കുടിക്കണം എന്ന് തോന്നുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോകാനുള്ള ആക്കം ശരീരത്തിലുണ്ടാവും, ഒരു തരം പ്രേരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ആ വഴിക്ക് മനസ്സ് നമ്മളെ കൊണ്ടുപോകും. ഇതാണ് മനസ്സിന്റെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനം. ഇവിടെ ഉണ്ടാവണ പുലിവാല എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഈ സ്മൃതികൾ പ്രോപ്പറായിട്ട് അലൈൻഡ് ആയിട്ടില്ല, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ, സ്മൃതികൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ അവിടെ വെള്ളമുണ്ടെന്ന് എന്റെ ഗതസ്മൃതിയിൽ നിന്നോ ആഗത സ്മൃതിയിൽ നിന്നോ തിരിച്ചറിയാൻ എനിക്ക് കഴിയില്ല. കാരണം ഇതിനു മുമ്പ് വെള്ളം കുടിച്ചു എന്ന് എനിക്കറിയാം, എവിടെന്നാ കുടിച്ചതെന്ന് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ ഞാൻ അനുഭവത്തിൽ ഞാൻ ഇവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായി.
പക്ഷെ കഴിഞ്ഞ സമയത്ത് എവിടെയാ പോയതെന്ന് എനിക്കറിയില്ലോ. അതുകൊണ്ട് ഇനി എവിടേക്കാ പോകേണ്ടതെന്ന് എനിക്കറിയില്ല. മനസ്സിലായല്ലേ? അവിടെ അവ്യക്തത വന്നു. അവ്യക്തത വന്നപ്പോൾ ഞാൻ വീണ്ടും വർത്തമാനത്തെ ആലോചിച്ചു, പൂർവ്വകാലത്തെ ആലോചിച്ചു, ജന്മകാലത്തെ ആലോചിച്ചു, ഭാവി കാലത്തെ ആലോചിച്ചു. ഈ വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാവും? ഞാൻ ചത്തുപോകും. ചത്തുപോയാലോ എന്ന് ആലോചിച്ചു. മനസ്സിലായോ? ഇവിടേക്കെല്ലാം മനസ്സിങ്ങനെ കടന്നു ഉഴറും. അപ്പോ മനസ്സിന് ശാന്തി അങ്ങ് പോയി കിട്ടും. ഞാൻ ആ വെള്ളം എന്നുള്ളതിൽ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. ഇത് എല്ലാ കാര്യത്തിലും ഇത് ബാധകമാണ്. എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ തവണ വെള്ളം കുടിച്ചതാണെങ്കിലും ആ വെള്ളം കുടിച്ചു എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് അവിടെ റെക്കോർഡ് ആകപ്പെടാത്തത്? അത് യാന്ത്രികമായി ചെയ്ത പ്രക്രിയയാണ്. നമ്മളൊരു താക്കോല് വീട്ടിന്റെ വെളിയിൽ പോയി നമ്മൾ വണ്ടി ഓടിച്ച് തിരിച്ചു വന്ന ഒരു സാധനം എടുക്കാൻ വീട്ടിനകത്ത് കയറുന്ന സമയത്ത് താക്കോലെടുത്ത് വെച്ചു, അകത്തേക്ക് കയറി. തിരിച്ച് ഇറങ്ങുന്ന സമയത്ത് എവിടെ താക്കോല് വെച്ചത് നമുക്കറിയില്ല, ഇല്ലേ? നമ്മളെ പലപ്പോഴും തപ്പിപ്പോവാറില്ലേ? എവിടെ താക്കോല് കിട്ടാനും തപ്പിപ്പോവാറുണ്ട്. എന്തുകൊണ്ടാ? ആദ്യം താക്കോല് വെച്ച സ്ഥലത്ത് നീ അവിടെ ഇരുന്നോ കേട്ടോ എന്ന് പറഞ്ഞ് 2 തട്ടും കൊടുത്തിട്ട് പോയാൽ മതി. ആ വഴി ആരെങ്കിലും ഓടിച്ചിട്ട് നമ്മൾ പോയിട്ട് പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാവും ഇവിടെയാണ് ഞാൻ താക്കോല് വെച്ചതെന്ന്. 5 കൊല്ലം കഴിഞ്ഞാലും നമുക്ക് ഓർമ്മയുണ്ടാവും. കാരണം അവിടെ മനസ്സവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് മനസ്സവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അറ്റൻഡഡ് ആണ്. നമ്മൾ അറ്റൻറ്റീവ് ആകുന്ന സമയത്ത് അവിടെ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട്. നമ്മൾ ആബ്സെന്റ് മൈൻഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ മൈൻഡ് അവിടെ ഇല്ല. അതുകൊണ്ട് ഈ പറയുന്ന ഗതസ്മൃതിയിലെ ആ സ്മൃതി ഫോം ആവില്ല. ഗതസ്മൃതി ഫോം ആകാത്തപ്പോ, അല്ലെങ്കിൽ ജന്മസ്മൃതിയുമായിട്ട് കണക്ട് ആകാത്തപ്പോ ആഗതസ്മൃതിയും ആ ഫ്യൂച്ചറിൻ്റെതായിട്ടുള്ള സ്മൃതിയും ഒന്നും നമുക്ക് മുന്നിൽ തെളിയില്ല. പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാത്തതാണ് ഇതിന് കാരണം. നമ്മൾ ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾ പ്രസന്റ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. അപ്പൊ പ്രസന്റ് ആക്കാൻ എന്താ ചെയ്യേണ്ടത്? റാൻഡം ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, ഇവയെ ഓരോരുത്ത് ഇരുത്തിക്കുക. പുതിയ ഇൻപുട്ടുകൾ ഒഴിവാക്കിയിട്ട് ഇരിക്കുക ഒരിടത്ത്. ഒന്നും പുതിയ ഇൻപുട്ടുകൾ ഇല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ശരീരത്തിൽ അനുചിതമായി കയറിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരീരം ഒന്ന് ഓർഡർ ആക്കും. നമ്മൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഈ ഓർഡർ ആകാത്ത പല സാധനങ്ങളും വെളിയിലേക്ക് തള്ളും. അതിനെയാണ് നമ്മൾ സ്വപ്നം എന്ന് പറയാം. ഓർഡർ ആയതെല്ലാം തന്നെ കൃത്യമായിട്ട് ഡോക്യുമെന്റഡ് ആയിരിക്കും. ഓർഡർ ആകാത്തത് പോകും. അവിടെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴേ ഇത് സംഭവിക്കും. ആ മെഡിറ്റേഷൻ എന്നുള്ളൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡ് അനുഭവിക്കുന്ന ലിവിങ് ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്കിത് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ജീവിതത്തിലെ പല പ്രതിസന്ധികൾ കൊണ്ട്, പല ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം നമ്മൾ കൃത്യമായിട്ട് ഈ സാധനത്തെ ഓർഡർ ചെയ്ത് നോർമലൈസ് ചെയ്ത് അകത്തേക്ക് കയറ്റിവെക്കാത്തത്. നോർമലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടേബിൾസ് എല്ലാം തന്നെ കൃത്യമായിട്ട് കണക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു മെക്കാനിസത്തിന്റെ പേരാണ്, ഒരു ആൽഗരിതത്തിന്റെ പേരാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ആ നോർമലൈസ് ചെയ്ത് ഇതിനെല്ലാം ചേർത്ത് വെക്കുന്ന ഒരു പരിപാടി നമ്മുടെ ഉള്ളിൽ നടന്നിട്ടില്ലാത്തത് കൊണ്ടാണ് വർത്തമാനത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്, ഫ്യൂച്ചറിലും കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഇത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഇനിയെങ്കിലും പ്രസൻസ് ഓഫ് മൈൻഡിൽ ജീവിക്കുക, പ്രസന്റിൽ ജീവിക്കുക. പിന്നെ ഇതിന് മുമ്പുള്ള കാര്യങ്ങളെ ക്രമീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമത് അവയുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കാതിരിക്കുക, അവയെ വിട്ടുകളയുക. പിന്നെ ശാന്തമായിരിക്കുക. ശാന്തമായിരിക്കുന്ന സമയത്ത് തിളച്ച വെള്ളം അല്ലെങ്കിൽ കലങ്ങിയ വെള്ളം വെറുതെ വെച്ച് കഴിഞ്ഞാൽ സെഡിമെന്റ് ചെയ്ത് ഇങ്ങനെ അടിഞ്ഞ് ഊറി അത് തെളിയുന്നത് പോലെ നമ്മുടെ മനസ്സിനെ വെറുതെ പ്രവർത്തനങ്ങൾക്ക് വിടാതെ ശാന്തമാക്കി വെച്ചാൽ അതിങ്ങനെ പതുക്കെ അടിഞ്ഞ് ഈ വേണ്ടാത്ത സാധനങ്ങൾ വെളിയിൽ പോകും. അപ്പൊ ഇതിനെ മനസ്സിനെ ശാന്തമാക്കി വെക്കാനുള്ള മാർഗങ്ങൾ വേറെയുണ്ട്. അത് വേറെ ആരായണം, അതവിടെ ഇരിക്കട്ടെ. അതിന് നമ്മൾ പ്രാണനം പോലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നുപോയി അത് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതാണ് അതിന്റെ ഒരു പ്രോസസ്. മനസ്സിനെ ശാന്തമാക്കി ഇരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം സെറ്റിൽഡ് ആവും. ജീവൻ അതിനെ സെറ്റിൽ ആക്കും. അപ്പൊ നമുക്ക് ഫ്യൂച്ചർ തെളിഞ്ഞു വരും. മനസ്സിലല്ലേ? ഇങ്ങനെയാണ് അതിന്റെ മെക്കാനിസം വർക്ക് ചെയ്യുക. ക്ലിയർ ആയോ? ക്ലിയർ ആയിരുന്നു. അപ്പൊ സ്മൃതികള് ആണ് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആക്കമുണ്ടാക്കുന്നത്. ഈ ആക്കമാണ് നമ്മുടെ ഡിറക്ഷനെ തീരുമാനിക്കുന്നത്. ഈ കണക്ഷൻ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ.